കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കളെ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരു പാട്ട് ഒന്നിച്ച് പാടാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ആരാധനയ്ക്ക് കർത്താവ് യോഗ്യനാണെന്ന് പറയുമ്പോൾ തന്നെ ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും സകല ബഹുമാനത്തിനും യോഗ്യനായ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. എബനേസരേ എബനേസരേ ഇതുവരെയും ഉദവി എബനേസരേ എബനേസരേ ഇതുവരെയും ഉദവി ഇതുവരെയും ഉദവി ഇതുവരെയും ഉദവിനി ഉമ്മை മുഴു உள்ளத்தோடு ஆராதிப்பேன், முழு பலத்தோடு அன்பு கூறுவேன். ஆராதனை 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 யெகோவா ராபா யெகோவா ராபா சுகம் தந்தீரே நன்றி. யெகோவா ராபா யெகோவா ராபா சுகம் தந்தீரே நன்றி. சுகம் தந்தீரே நன்றி. உம்மை முழு உள்ளத்தோடு ஆராதிப்பேன், முழு பலத்தோடு அன்பு கூறுவேன். ஆராதனை 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 அன்பு கூறுவேன், இன்னும் அதிகமாய் ஆராதிப்பேன், இன்னும் அன்பு கூறுவேன், இன்னும் அதிகமாய் ஆராதிப்பேன், இன்னும் உம்மை முழு உள்ளத்தோடு ஆராதிப்பேன், முழு பலத்தோடு அன்பு கூறுவேன். ஆராதனை 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 കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പ ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. ശിഷ്യന്മാർ അറിയുന്നിടത്തോളം കടൽ തീരത്തു കൂടി നടന്നു പോകുന്ന ഒരു കേവല മനുഷ്യനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്നിട്ടും അവൻ്റെ വാക്കിൻ പ്രകാരം അവർ പടകിൻ്റെ വലതുഭാഗത്ത് വീശുകയും പെരുത്ത മീൻകൂട്ടം പിടിക്കുകയും ചെയ്തു.
വല വലിച്ചു കയറ്റുവാൻ കഴിയാത്ത വിധം അത്ര അധികമായിരുന്നു മത്സ്യം. എന്നാൽ അവിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാര് പോയതെങ്കിലും അവരോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവായി വന്നിരുന്നില്ല. എന്നിരുന്നാലും കർത്താവിൻ്റെ കൽപ്പന അവർ അനുസരിച്ചു. മീനിൻ്റെ വലിപ്പം ഹേതുവായിട്ട് വല വലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും നിറഞ്ഞ വല അവർ വലിച്ചു കയറ്റി. അനുസരണം പ്രതിഫലത്തെ ഉളവാക്കും. അത്രയധികമായിരുന്നു മത്സ്യം. ഒരിക്കൽ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന്. ഇന്ന് നാമും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ദൈവം എന്തെങ്കിലും നമ്മോട് പറഞ്ഞാൽ കൃത്യമായും നാം അത് ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ മക്കളെ, കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ശുശ്രൂഷയായിരുന്ന ഞങ്ങളോട് ഒരു സുപ്രഭാതത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കർണാടക ദേശത്തേക്ക് പോകാൻ. തിരിഞ്ഞൊന്നും നോക്കിയില്ല. പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു മുഴുവനുമെങ്കിലും അബ്രഹാമിനെ പോലെ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇപ്പോൾ അവിടെ കർണാടകയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഒരേ ഒരു കാര്യം, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ കൃത്യമായും നിങ്ങളത് അനുസരിക്കണം. അതാണ് ദൈവത്തിന് പ്രസാദം. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ശുശ്രൂഷകളെ നയിക്കുമ്പോൾ ഒരിക്കലും ശൂന്യതയായിരിക്കുകയില്ല, മറിച്ച് സകലതും നിറയ്ക്കുന്നവൻ്റെ നിറമായിരിക്കും നമുക്കുള്ളത്. പത്രോസും കൂട്ടാളികളും രാത്രി മുഴുവനും അധ്വാനിച്ചല്ലേ, ഒന്നും കിട്ടിയില്ല. നിരാശകൾ മാത്രം ബാക്കി. ദൈവത്തെ കൂടാതെ കെട്ടിപ്പൊക്കുന്നവരുടെ എല്ലാം ഗതി ഇത് തന്നെയാണ്. ചീട്ടുകൊട്ടാരം പോലെ അത് തകർന്നു വീഴും. ആത്മീക മേഖലകളിലും വളരെയധികം അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ അനേക ഇടയന്മാരെയും പ്രസംഗകരെയും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ കർത്താവ് ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതെ, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ. ഒരിക്കൽ മീൻകൂട്ടം വലയിൽ അകപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം: വിശ്വസിക്കുക, അനുസരിക്കുക, പ്രവർത്തിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നാം കഴിവിൻ്റെയും ശക്തിയുടെയും അപര്യാപ്തത ക്രിസ്തുവിനോട് അങ്ങ് ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തിന് നമ്മളോട് തന്നെ പറയാൻ ഒരു ആലോചനയുണ്ട്. ആഴത്തിലേക്ക് നീക്കി, അതെ, വല വീശുവീൻ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മളോട് എന്ത് പറയുന്നോ അത് നമ്മൾ അനുസരിക്കുകയാണ് ദൈവമക്കളെ ദൈവത്തിന് പ്രസാദമുള്ള കാര്യം. അതെ, കർത്താവിനെ സ്നേഹിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പനയെ പ്രമാണിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പനയെ പ്രമാണിക്കുമ്പോൾ നമുക്ക് എന്ത് നന്മകളാണ് ദൈവം തരുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലവിധമായ കഷ്ടങ്ങൾക്കകത്തൂടെ നമ്മൾ ഒരു പരിധി വരെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തെ മുൻകൈ എടുത്ത്, അതേ, മുൻതൂക്കം കൊടുത്ത് നമ്മൾ പോകുന്നതായിരിക്കും. എന്നിട്ട് അവിടെ ചെന്ന് പകുതി വഴിയാകുമ്പോൾ നമ്മൾ കുഴഞ്ഞു വീഴുമ്പോൾ നമ്മൾ എന്തോ പറയും, കർത്താവേ ഇനി അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണേ, അല്ലെ ഇന്ന കാര്യം ചെയ്യണമേ. എന്തുവാ, നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും അത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കുറേ കിടന്ന് കുഴഞ്ഞ് പത്രോസ് അധ്വാനിച്ചതുപോലെ കുറേ രാത്രി മുഴുവനും കഷ്ടപ്പെട്ടു. എന്നിട്ട് എന്താ സംഭവിക്കും? ഒന്നും ഒരു കുഞ്ഞു മീനെ പോലും കിട്ടിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിത യാത്രയിലും നമ്മളിങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ കർത്താവില്ലാതായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സന്തോഷത്തിനും നമ്മുടേതായ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്ത് നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം ഒരിടത്ത് കിടക്കുന്നു, നമ്മുടെ ഇഷ്ടം ഒരിടത്ത് കിടക്കുന്നു. ചിലപ്പോൾ ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയേക്കാം. അത് കർത്താവിനോട് ചോദിച്ചിട്ടാണോ ആ ബിസിനസ് തുടങ്ങിയത്? ഒരു മെസ്സേജ് കൊടുക്കാൻ പോയി, കർത്താവ് ഞാൻ ഇന്നടുത്ത് മെസ്സേജ് കൊടുക്കാൻ പോവാ, ഈ മെസ്സേജ് ഞാൻ അങ്ങ് കൊടുക്കട്ടെ. അത് ആ ദൈവം തരുന്ന ആലോചനയാണോ കൊടുക്കുന്നത്? മാനുഷികമായി ഇന്ന് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു ആലോചന പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ജീവനായി വെളിപ്പെടത്തില്ല. എൻ്റെ ദൈവം എന്തെങ്കിലും ഒരു വചനം എന്നിൽ കൂടി അത് നിറവേറണമെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ദൈവം പറയുന്നത് അനുസരിക്കണം. എൻ്റെ ഫാദർ മിക്കപ്പോഴും പറയുന്ന ഒരു വാക്കായിരുന്നു, മോളെ, അനുസരിക്കുന്നവനെ അനുസരിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും
ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലം നമ്മുടെ ചില അധ്വാനിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം അത് ഒരു നല്ല റിസൾട്ട് തരുവാനിടയാകും. എന്ത് കാര്യം തുടങ്ങിയാലും ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവേഷ്ടമാണോ? നമ്മുടെ അപ്പനും അമ്മയെക്കാട്ടിൽ നമുക്ക് ആലോചന ചോദിക്കാനുള്ളത് നമ്മുടെ കർത്താവാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവേഷ്ടം അത് ചെയ്യുവാൻ പോകുമ്പോൾ പത്രോസിന് ആ ദേശത്ത്, ആ കടലിൽ, ആ തീരത്ത് എല്ലാം, ആ ഏറിയ ഫുള്ള് എവിടെ വല വീശിയാൽ അവിടെ മീൻ കിട്ടുമെന്ന് പത്രോസിന് അറിയാമായിരുന്നു. എന്നിട്ട് പത്രോസിന്റെ പരിചയം വല്ലതും അവിടെ നടന്നോ? കർത്താവ് വെറും ഒരു തച്ചനായിരുന്നു. കർത്താവിന്റെ ഫീൽഡ് നോക്കുമ്പോൾ കർത്താവിനെ ഒരു തച്ചനായിട്ടാണ് ഭൂമിയിൽ, ഒരു തച്ചൻ്റെ മോനായിട്ടായിരുന്നു. അപ്പം തച്ചനാകുമ്പം ആ ഒരു ഫീൽഡിലുള്ള കാര്യങ്ങളെ ചെയ്യാൻ മാനുഷികമായിട്ട് നോക്കിയാൽ പറ്റത്തുള്ളൂ അല്ലേ. എന്നാൽ കർത്താവിന് വല വീശാനോ ഇല്ലെ ഇന്നടത്തുണ്ടോ മീൻ കിട്ടുമെന്ന് വല്ലതും അറിയാമോ? ഒരിക്കലും ഇല്ല. പക്ഷെ കർത്താവ് പറഞ്ഞു അവിടോട്ട് വല വീശാൻ പറഞ്ഞു. വല വീശാൻ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പത്രോസ് തൻ്റെ സമ്പന്നതയൊന്നും വെളിപ്പെടുത്താതെ കർത്താവിൻ്റെ വാക്കിൻ്റെ മുന്നിൽ പത്രോസ് അനുസരണയോടെ അതെ ആ വലത്തോട്ട് മാറ്റി വീശി. അപ്പം അവിടെ നേരത്തെ വീശിയിട്ട് കിട്ടിയോ? അവിടെ നേരത്തെ വീശിയതാ, പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. പല കാര്യങ്ങളും ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം പറയുന്നത് പോലെ അനുസരിച്ചാൽ നമ്മൾ ചെയ്തതെല്ലാം ഓടിയതും അധ്വാനിച്ചതും വെറുതെയാണ്. എന്നാൽ കർത്താവ് പറയുന്നത് ഒരു വാക്കൊന്ന് കേൾക്കാമോ? നിശ്ചയമായിട്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം വരാനിടയാകും. നിങ്ങൾ ഏത് പ്രശ്നത്തിനകത്തൂടാണ് കടന്നു പോകുന്നത്? ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതയാകാം, ചിലപ്പം തലമുറയുടെ വിഷയത്തിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കാം. ഏതൊക്കെ എന്ത് പ്രതികൂലമായിക്കോട്ടെ, ആ വിഷയത്തിനകത്തൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും നിങ്ങളെ കർത്താവിൻ്റെ ഇഷ്ടത്തിനാണോ യാത്ര ചെയ്യുന്നത്? നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ പടകിലുണ്ട്. ദൈവം നിങ്ങൾക്ക് പെരുത്ത മീൻകൂട്ടത്തെ തരും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് തന്നെയല്ല ചെറുപടകുകൾ കൂടെ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് തരും. വല കീറുമാർ ആ ദൈവപ്രവൃത്തിയാണ് വെളിപ്പെട്ടത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവേ, നിന്റെ ഇഷ്ടം എന്നിൽ നടക്കണം. ഞാൻ ചെയ്യുന്ന ഈ ജോലി നിനക്ക് പ്രസാദമാണോ? ഞാൻ ചെയ്യുന്നതൊക്കെയും അതെ മറ്റുള്ളവർക്കൂടെ ഒരു സന്തോഷത്തിനുള്ള വകയാണോ? നീ എനിക്ക് തന്നതൊക്കെ ചെറുപടകുകൾക്ക് കൊടുക്കുവാൻ കൂടി തന്നതാണെന്നുള്ളൊരു ബോധം എൻ്റെ അകത്ത് നീ വരുത്തണമേ. എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പത്തും ഒക്കെ എനിക്ക് തന്നെ അനുഭവിക്കാനല്ല, എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്ക് മാത്രമല്ല. എന്നെ ആശ്രയിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ലോകത്തുണ്ട്. അവർക്കൂടെ ഉള്ളതാണ് ഞാൻ. എൻ്റെ ദൈവം എന്നെ ആ ദൗത്യവുമായിട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആത്മീക ഭൗതിക നന്മയൊക്കെയും അതെ മറ്റുള്ളവർക്കൂടെ ഉള്ളതാണ്. നമുക്കും സമാധാനത്തോടെ ദൈവത്താൽ അനുഭവിക്കുവാൻ ഇടയാകും അപ്പോൾ തന്നെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് നമുക്ക് ഇന്ന് തന്ന വചനത്തിൻ്റെ മുന്നിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, കർത്താവെ ഞങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പിതാവേ, നിന്റെ കരുണയും കൃപയും സാന്നിധ്യവും ഞങ്ങളോട് ഇന്ന് പകൽക്കാലവും കൂടെ ഇരിക്കണമേ. പലവിധമായി കർത്താവെ ക്ഷീണിച്ച് അതെ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒരു ചെറിയ മീനെ പോലും കിട്ടാതെ പത്രോസ് കർത്താവ് വിഷമിച്ചതുപോലെ നിന്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഓടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. എങ്കിലും അപ്പൻ്റെ ഇഷ്ടത്തിനാണോ എന്ന് ഇന്നൊന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഈ വചനം ഞങ്ങളെ ബലപ്പെടുത്തിയെങ്കിൽ, ഈ വചനം ഞങ്ങൾക്ക് ഒന്നുകൂടെ ചിന്തിപ്പിക്കുവാൻ ഇടയാക്കിയെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും മക്കൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ദേശത്തെ, രാജ്യത്തെ, ലോകരാജ്യങ്ങളിൽ ഭൂമിയുടെ അറ്റം വരെ കർത്താവെ സകല മാനവരാശിയുടെയും അകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കർത്താവെ വളരെയധികമുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഈ വചനം നിന്റെ മക്കൾക്ക് ജീവനായി വെളിപ്പെടുവാൻ തക്കവണ്ണം, ആത്മാവിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം, അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് കർത്താവെ നിന്റെ ആലോചന പ്രകാരം ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഇന്ന് എവിടെയെങ്കിലും കർത്താവെ വളരെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, കർത്താവെ സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ, ആത്മീകമായ ക്ഷീണമായിക്കോട്ടെ, ഏതൊക്കെ പ്രതികൂലമായിക്കോട്ടെ, ഏതൊക്കെ കൊടുങ്കാറ്റായിക്കോട്ടെ,
കർത്താവെ, അവിടൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നിന്റെ മക്കളുടെ അനുസരണത്തിൻ്റെ മുന്നിൽ നിന്റെ പ്രതിഫലം നീ കൊടുക്കുന്ന ദൈവമാണെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്നെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ കിടക്കുന്ന സകല പ്രതികൂലങ്ങളെയും അങ്ങ് എടുത്തു മാറ്റിയതിനായി സ്തോത്രം. അതിനായി ഞങ്ങളൊക്കെ പാർക്കുന്ന പ്രദേശത്ത് വാഴുന്ന വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും സകല ഇരുളിൻ്റെ ശക്തികളുടെ മേലും എൻ്റെ യേശുവിന് ജയമെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവെ, നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക നുഖങ്ങൾ പുഷ്ടി നിമിത്തം തകർന്നു മാറട്ടെ. സകലത്തിൻ്റെ മേലും അധികാരമുള്ള അതേ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ സകല അന്ധകാര മണ്ഡലങ്ങളും വഴിമാറി നിന്റെ മക്കൾ നന്മ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ അനുഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം സകലവിധമായ നന്മകളെ കൊണ്ടുവന്ന് നിറയ്ക്കും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽക്കാലം എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. അപ്പോൾ തന്നെ പത്രോസിൻ്റെ അതേ ശൂന്യതയെ മാറ്റിയ ആ പടകിൽ ഒരു കൊച്ചു മീൻ പോലും ഇല്ലായിരുന്നു. എന്നാൽ ആ ശൂന്യതയെ മാറ്റി നിറച്ച് വലകീറുമാറ് അതെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ശൂന്യമായിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ ശൂന്യതയുണ്ടെങ്കിൽ, നിറയ്ക്കുന്നവൻ്റെ നിറവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ എല്ലാവരുടെയും ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ സകല ശൂന്യതകളും ഇന്ന് മാറിപ്പോകട്ടെ. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ശൂന്യതകൾ മാറിപ്പോയത് എവിടെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും കഷ്ടത്തിൽ കൂടെ ശൂന്യതയിൽ കൂടി പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ശൂന്യതയെ നിറയ്ക്കുന്നവൻ്റെ നിറവ് നിങ്ങളുടെ അകത്ത് വസിച്ചിട്ടുണ്ട്, ഇന്ന് വന്നിട്ടുണ്ട്. അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാണ്.